പത്തരമാറ്റ് സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പത്തേനും നമ്മുടെ നയനയാണെങ്കിൽ ജ്യൂസുമായിട്ട് നമ്മുടെ നവ്യയുടെ അടുത്ത് വന്നു കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറയാ കേട്ടോ. അപ്പത്തേനും നയന പറയുന്നുണ്ട്, അതെന്തായാലും അത് ഇവിടത്തേക്ക് എടുക്കാം, എന്തായാലും നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്തു. ഇതുപോലെ ആദർശേട്ടന്റെ അമ്മയാണെങ്കിലും ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, മുത്തച്ഛന് സുഖമില്ലാണ്ടിരിക്കുമല്ലേ, മലയ്ക്ക് മാല ഇടണമെന്ന് നേർന്നിട്ടുണ്ടെന്ന് പറയാട്ടാ. അപ്പത്തേന് നവ്യ പറയുന്നുണ്ട്, ഇത് അവര് മനഃപൂർവ്വം ചെയ്ത് തന്നെ, നിങ്ങളെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് തന്നെ, ഇങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ ജ്യൂസിൽ വിഷം കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേന് നമ്മുടെ നയന പറയുന്നുണ്ട്, ആദ്യശേട്ടൻ ഇപ്പൊ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ കുറച്ച് കടുപ്പമാണെങ്കിലും ആദ്യശേട്ടൻ ഇപ്പൊ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഭർത്താവ് മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേന് നവ്യ പറയുന്നുണ്ട്, ഇവിടെയാണെങ്കിലും അഭിയാണെങ്കിലും എന്നെ ഒന്നും സ്നേഹിക്കുന്ന പോലും ഇല്ല, ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവൻ എന്നോട് ഒരു മൈൻഡും ഇല്ല, എന്നെ ഒരു കുഞ്ഞ് ആയ ശേഷമെങ്കിലും അവന്റെ മനസ്സ് മാറുമോ എന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ പായസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ജലജ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുണ്ടാക്കുക? അപ്പത്തേന് ആദ്യശേട്ടൻ പറഞ്ഞായിരുന്നു മാല ഇട്ടിട്ട് വന്നിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കണമെന്ന്. അപ്പത്തേനും പായസം ഉണ്ടാക്കാന്ന് പറയാട്ടോ. അപ്പം നമ്മുടെ ജലജയാണെങ്കിൽ ഇതെന്തോന്ന് പെട്ടെന്ന് പോയിട്ട് അനാമികയുടെ അമ്മയെ അങ്ങനെ അറിയിക്കാട്ടോ. ഇതുപോലെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അവള് ഇതുപോലെ പായസം ഉണ്ടാക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുത്തശ്ശിയാണെങ്കിൽ ഫുൾ മാർക്കാ കൊടുത്തത്. അപ്പത്തേനും എല്ലാരും കയ്യിലെടുത്ത് വെച്ചേക്കാണ്. ഇവിടുത്തെ അനിയുടെ അച്ഛന് പോലും ആദർശനാണ് ഇവിടുത്തെ സ്വത്തുക്കൾക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ചൂട് പിടിപ്പിക്കാട്ടാ. അപ്പത്തേനും നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, എന്നിട്ട് ചിലത് പോവാട്ടാ. എന്നാ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, മോളാണെങ്കിൽ ആ മുത്തശ്ശനോടൊക്കെ കൂടുതൽ അടുക്കണം, മരുന്നൊക്കെ മോള് പോയി എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയാട്ടാ. അപ്പത്തേനും പറയുന്നുണ്ട്, അത് എനിക്ക് അവളല്ലേ കൈവശപ്പെടുത്തിയിരിക്കുന്നത്, അവളാണ് മുത്തശ്ശിന് മരുന്നും എല്ലാം കൊടുക്കുന്നത്, സോപ്പിട്ട് വെച്ചേക്കല്ല ഞാൻ പറയുന്നുണ്ട്. ഇനി എന്തായാലും മോള് മരുന്നൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇതുപോലെ അവര് യാത്ര പോയിട്ടില്ല എന്ന് മോള് പോയി അറിയിക്കുന്നു പറയാട്ടാ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് അനാമിക പോവാട്ടോ. പോയിട്ട് പറയുന്നുണ്ട്, മരുന്ന് എടുത്ത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പത്തേനും ഇത് കാണുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര അതിശയം പോലെ നോക്കാട്ടാ, ഇങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പത്തേനും പറയുന്നുണ്ട്, ഇതുപോലെ ഇതിന്റെ കണക്കൊന്നും മോക്കറിയത്തില്ല, അത് നയന മോൾ എടുത്തു തരും, എന്തായാലും ഇനി എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞു വെച്ചിരിക്കണം, മോളില്ലല്ലോ എന്ന് പറയട്ടാ. അപ്പത്തേനും അനാമിക പറയുന്നുണ്ട്, അവര് എങ്ങും പോയില്ലല്ലോ, മാല ഇടാൻ വേണ്ടി പോയിരിക്കുവാണ്, അവര് പോയിട്ടില്ല എന്ന് പറയുക. അപ്പൊ ഇന്ന് പോകുന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയാട്ടാ. അപ്പത്തേനും അത് പോയില്ല എന്ന് പറയുക. ഇതുപോലെ വലിയമ്മയ്ക്ക് ഒരു നേർച്ചയുണ്ട്, ഇതുപോലെ 41 ദിവസം വ്രതം എടുത്ത് മഴ ചവിട്ടണമെന്ന് അങ്ങനെ ഒരു നേർച്ച നേർന്നിരുന്നു, അതുകൊണ്ട് പോയില്ല എന്ന് പറയട്ടാ. അപ്പത്തേന് അവര് പറയുന്നുണ്ട്, ഇത് മരുമോളോടുള്ള ദേഷ്യം തീർത്തതാണ്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ദേവയാനിക്ക് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ നേർച്ച എന്തായാലും അവരുടെ ജീവിതത്തിൽ നല്ലതേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ആദർശിനും നയനയ്ക്കും. എന്നിട്ടാണെങ്കിൽ മോള് പൊക്കോന്ന് പറയാട്ടാ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അവരെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അനാമികയുടെ അമ്മയും വിചാരിക്കുന്നുണ്ട്, എങ്ങനെയും അവൾ വെച്ച പായസം അലമ്പാക്കണം, എന്തായാലും അത് ആരും കുടിക്കാൻ പാടില്ല, കുടിച്ചാലും അവരെ വയറിളവണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെ വിളിക്കുന്ന പറഞ്ഞ് അനാമികയുടെ അച്ഛനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് പറയാട്ടാ, ശരി ഞാൻ എത്രയും പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് കാറിൽ വന്നിട്ട് അനാമികയുടെ അച്ഛൻ ഒരു പൊടി കൊടുക്കാട്ടാ, ഇത് പായസത്തിൽ കലർത്തിയാൽ മതി, പിന്നെ കുടിക്കുന്നവരൊക്കെ പിന്നെ എപ്പോഴും ബാത്റൂമിലായിരിക്കും, കുടിക്കുന്നവർക്ക് പിന്നെ ഒരു സ്വസ്ഥതയും കിട്ടില്ല എന്നൊക്കെ പറയാട്ടാ. അപ്പത്തേനും പറയുന്നത്, എന്തായാലും അവര് വന്നതിന് ശേഷം ഞാൻ പോണുള്ളൂ, അത്രയും സമയം ഞാൻ ഇവിടെ നിൽക്കാന്നൊക്കെ പറയാട്ടാ. അങ്ങനെ നമ്മുടെ ഇവര് രണ്ടുപേരുമായിട്ട് പായസത്തിൽ ഈ പൊടി ചേർക്കാൻ വേണ്ടി പോവാട്ടാ. പോകുന്ന സമയത്ത് അവര് ടേസ്റ്റ് നോക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് പായസം മാറ്റി വെച്ചതിന് ശേഷം ഈ പൊടി അതിൽ ചേർക്കുവാട്ടോ. ചേർത്തിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ രസിച്ച് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.